ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര രീതികളുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദികളുടെ കാലഘട്ടമെന്നും 1905 മുതൽ 1919 വരെയുള്ള കാലഘട്ടം തീവ്രവാദികളുടെ കാലഘട്ടമെന്നും 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെ ഗാന്ധിയൻ കാലഘട്ടമെന്നും പറയുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 2 വിഭാഗങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്: മിതവാദികളും തീവ്രവാദികളും. ഇതിലെ തീവ്രവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയ്യാബ്ജി, ഫിറോസ് ഷാ മേത്ത, W.C. ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരൊക്കെയാണ് മിതവാദികളുടെ നേതാക്കൾ? ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയ്യാബ്ജി, ഫിറോസ് ഷാ മേത്ത, W.C. ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവർ ആയിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പൊതു കാര്യങ്ങളിൽ പൊതു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആ വിഷയങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുന്നിൽ എത്തിക്കുക എന്നതായിരുന്നു മിതവാദി നേതാക്കളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം മിതവാദികളുടെ ലക്ഷ്യം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ, ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പൊതു താല്പര്യങ്ങൾ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മുന്നിൽ എത്തിക്കുക, അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിനുമേൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അങ്ങനെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉണ്ടായ സമരങ്ങളുടെ ഭാഗമായി അടുത്ത ഒരു ഘട്ടം ആരംഭിക്കുകയായിരുന്നു. അത് തീവ്രവാദികളുടെ കാലഘട്ടം ആയിരുന്നു. തീവ്രവാദി നേതാക്കൾ, പ്രധാനികൾ ആയിരുന്നു ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക് എന്നിവർ. ആരൊക്കെയാണ്? ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ലോകമാന്യ തിലക് എന്ന് പറയുന്ന ബാലഗംഗാധര തിലക്. ഇവരായിരുന്നു തീവ്രവാദികളുടെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി ഈ തീവ്രവാദി പ്രസ്ഥാനം വളരുന്നതിന് കാരണമായ ഘടകങ്ങൾ: ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ യഥാർത്ഥ ചൂഷണ മനോഭാവം തിരിച്ചറിഞ്ഞു. അത് എന്തിന് കാരണമായി? തീവ്രവാദി പ്രസ്ഥാനം വളരുന്നതിന് കാരണമായി. പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ തകർച്ച, അത് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വളരുന്നതിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ സാമൂഹിക പരിവർത്തനങ്ങളുടെ സ്വാധീനം, ഇതൊക്കെയാണ് തീവ്രവാദി പ്രസ്ഥാനം വളർന്നു വരുന്നതിന് കാരണമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില കോൺഗ്രസ് സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത്. 1886 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ദാദാഭായ് നവറോജി. 1886 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ദാദാഭായ് നവറോജി ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന പാഴ്സി മതക്കാരൻ, ആദ്യത്തെ പാഴ്സി മതവിഭാഗക്കാരനായിരുന്നു ദാദാഭായ് നവറോജി. അതുപോലെ രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിളിച്ചത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെക്കേ ഇന്ത്യയിലെ ആദ്യ സമ്മേളനം നടന്നത് മദ്രാസിൽ വെച്ച് ആയിരുന്നു. 1887 മദ്രാസ് സമ്മേളനം ആയിരുന്നു തെക്കേ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് ബദറുദ്ദീൻ തയ്യാബ്ജി ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആയിരുന്നു ബദറുദ്ദീൻ തയ്യാബ്ജി എന്ന് പറയുന്നത്. ഇനി അടുത്തത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വിദേശി ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ 1888 അലഹബാദ് സമ്മേളനത്തിലാണ് ജോർജ് യൂൾ പ്രസിഡന്റായി തീർന്നത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1889 സമ്മേളനം, അതിൽ രണ്ടാമത്തെ വിദേശി പ്രസിഡന്റായി വന്നു. അത് വില്യം വെഡർബേൺ ആണ്. വില്യം വെഡർബേൺ ആണ് രണ്ടാമത്തെ വിദേശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്ന ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ. 1910 അദ്ദേഹം പ്രസിഡന്റായി. അങ്ങനെ 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന വിദേശിയാണ് വില്യം വെഡർബേൺ എന്ന് പറയുന്നത്. വില്യം വെഡർബേൺ. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന 2 തവണ പ്രസിഡന്റായ വിദേശിയാണ്. 1910 1889. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 3 ഘട്ടം: മിതവാദി, തീവ്രവാദി, ഗാന്ധിയൻ. അതിൽ മിതവാദി ഘട്ടവും തീവ്രവാദി ഘട്ടവുമാണ് നമ്മൾ പറഞ്ഞത്. മിതവാദികളുടെ നേതാക്കൾ ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയ്യാബ്ജി, ഫിറോസ് ഷാ മേത്ത, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരായിരുന്നു. അതുപോലെ തീവ്രവാദികളുടെ നേതാക്കൾ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് എന്നിവർ ആയിരുന്നു. അതുപോലെ തീവ്രവാദികൾ വളർന്നു വരുവാൻ ഉണ്ടായ സാഹചര്യം: ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം, 2 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൊള്ളയടിച്ചത്, 3 അന്താരാഷ്ട്ര രാഷ്ട്രീയ സാംസ്കാരിക പരിവർത്തനങ്ങളുടെ സ്വാധീനം. അപ്പോൾ ഇതൊക്കെയാണ് തീവ്രവാദ വിഭാഗം വളർന്നു വരുന്നതിന് സാഹചര്യം സൃഷ്ടിച്ചത്. 3 സമ്മേളനങ്ങളെക്കുറിച്ച് പറഞ്ഞു, 4 സമ്മേളനങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1886 സമ്മേളനം കൊൽക്കത്തയിലായിരുന്നു. ദാദാഭായ് നവറോജി ആയിരുന്നു പ്രസിഡന്റ്. അതുപോലെ അടുത്തത് 1887 മദ്രാസ് സമ്മേളനം. അതിൽ ബദറുദ്ദീൻ തയ്യാബ്ജി ആയിരുന്നു പ്രസിഡന്റ്. അടുത്ത വിദേശി പ്രസിഡന്റായ സമ്മേളനം 1888 അലഹബാദ് സമ്മേളനമാണ്. അതിൽ ജോർജ് യൂൾ ആണ് പ്രസിഡന്റ് ആയത്. അതുപോലെ 1889 വില്യം വെഡർബേൺ, വിദേശിയായ വില്യം വെഡർബേൺ പ്രസിഡന്റായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അത് രണ്ടാമത്തെ വിദേശി. അദ്ദേഹം 2 തവണയായി. 1910 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി തീർന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.